ഉണ്ടായിരുന്നു. നിലവിൽ ഷെയ്ൻ നിഗമിൻ്റെ ഒരു അവസ്ഥ ഇത് ചോദിച്ചു വാങ്ങിയ ഒരു അവസ്ഥയാണ് എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ മദ്രാസുകാരൻ എന്ന് പറഞ്ഞാൽ ഷെയ്ൻ നിഗമിൻ്റെ സിനിമയ്ക്ക് കിട്ടിയ കളക്ഷൻ റിപ്പോർട്ടും ഞാൻ അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 80 ലക്ഷമൊക്കെയാണ് ആ സിനിമയ്ക്ക് കിട്ടിയത്. കോടികൾ ചിലവാക്കിയ ഒരു പടത്തിന് 80 ലക്ഷം കിട്ടിയെന്നുള്ള രീതിയിൽ ഏഷ്യാനെറ്റ് വന്നൊരു വാർത്ത എടുത്താണ് ഞാനത് വീഡിയോ ചെയ്തത്. കാരണം ഷെയ്ൻ നിഗമിൻ്റെ സംസാരം തന്നെ എടുത്ത് പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഉണ്ണിമുകുന്ദൻ മുസ്ലിമും ഷെയ്ൻ നിഗം ഹിന്ദുവുമാണെങ്കിൽ സപ്പോർട്ട് നേരെ തിരിയും. മതം എല്ലാ മേഖലയിലും അഴിഞ്ഞാടുകയാണ്. ഭക്ഷണത്തിലും സിനിമയിലും എല്ലാം മതമാണ് ദാരുണമായ അവസ്ഥ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതറിയാത്ത ആരുമില്ല. മതം എന്ന് പറയുന്നത് സിനിമയിലായാലും പൊളിറ്റിക്സിലായാലും എല്ലാ മേഖലകളിലും മതം എന്ന് പറയുന്ന ഘടകമുണ്ട്. ഇവിടെ ഈ ഷെയ്ൻ നിഗം ഹിന്ദു ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ മുസ്ലിം ആയതുകൊണ്ടോ എന്നുള്ള അല്ല. അത് നമ്മൾ സാങ്കല്പികമായി ഒരു ചോദ്യം ചോദിച്ചതിനകത്ത് അർത്ഥമൊന്നുമില്ല. ഇവിടെ ആദ്യമേ ആരാണ് ആക്രമിക്കപ്പെട്ടത്? ഉണ്ണിമുകുന്ദനല്ലേ. ഈ ഉണ്ണിമുകുന്ദനെ ഷെയ്ൻ നിഗമിനെ നമ്മൾ ഈ കമൻറ്റിൽ തന്നെ നോക്കാം. ഉണ്ണിമുകുന്ദനെ ഷെയ്ൻ നിഗമിനെ നോക്കുക. ഉണ്ണിമുകുന്ദനെയൊക്കെ എത്ര ഭീകരമായ രീതിയിലാണ് കേരളത്തിൽ ആക്രമിച്ചത്. ഉണ്ണിമുകുന്ദൻ്റെ സിനിമ വരാൻ നേരത്ത് മതപരമായ രീതിയിൽ തന്നെയല്ലേ ഇവിടെ ആൾക്കാർ ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഉണ്ണിമുകുന്ദൻ ഹനുമാൻ്റെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഉണ്ണിമുകുന്ദൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നു. അവിടെ വന്നിട്ടും സയൻസിൻ്റെ ക്ലാസ് എടുക്കേണ്ട കാര്യം ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ണിമുകുന്ദൻ്റെ വിശ്വാസപരമായിട്ടുള്ളൊരു ഫോട്ടോയല്ലേ അവിടെ പോസ്റ്റ് ചെയ്തത്. അതിൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് കമൻറ്റ് എന്താണ്, സംഘി എന്നുള്ള രീതിയിലാണ്. ഹിന്ദു എന്ന് പറയുന്നത് സംഘി എന്നുള്ള രീതിയിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഉണ്ണിമുകുന്ദൻ കാണാൻ നേരത്ത് അതിനെയൊക്കെ ആൾക്കാർ വിമർശിക്കുന്നു. ഉണ്ണിമുകുന്ദൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് തലേന്ന് സിനിമ തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് ഈ സിനിമ വളരെ മോശമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ. ആദ്യമേ ആരാണ് ആക്രമണം തുടങ്ങി വെച്ചത്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ ഒരു റിയാക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഷെയ്ൻ നിഗമിൻ്റെ ഡയലോഗ് കൂടി പലപ്പോഴും പ്രശ്നമാണ് എന്നുള്ളതാണ്. ഷെയ്ൻ നിഗം ഒരു ലിറ്റിൽ ഹേർട്സ് എന്ന് പറയുന്ന സിനിമയുടെ ഇൻ്റർവ്യൂവിനകത്തൊക്കെ പോയിരുന്നിട്ട് ഈ ഉണ്ണിമുകുന്ദൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു. ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും എന്താ പറഞ്ഞത്. അപ്പോൾ തിരുത്തുന്നതിന് പകരം പിന്നെ വന്നിട്ട് മാപ്പ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അവസാനം ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു തമിഴ് പടത്തിൽ പോയി അഭിനയിച്ചിട്ട് ആ പടം തിയേറ്ററിൽ വരാൻ നേരത്ത് മീഡിയയോട് കെഞ്ചുകയാണ് മലയാളത്തിലൊരു നടൻ ഷെയ്ൻ നിഗം. ഈ കൊച്ചു പ്രായത്തിൽ ഇത്രത്തോളം അവസരം കിട്ടിയ വേറൊരു നടനുണ്ടോ മലയാളത്തിൽ? ഇല്ല. ഇപ്പം നമ്മൾ ഇവിടെ എല്ലാവരും പറയുന്നല്ലോ, ഉണ്ണിമുകുന്ദൻ മുസ്ലിം ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷെയ്ൻ നിഗം ഹിന്ദു ആയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഈ മോഹൻലാലിൻ്റെ കാര്യം തന്നെ നമ്മൾ എടുത്തു നോക്കുക. മോഹൻലാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് അമ്പലത്തിൽ പോയിട്ട് ഈ ശത്രു സംഹാര പൂജ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരാൻ നേരത്ത് ഈ മോഹൻലാലിനെയൊക്കെ എത്ര ഭീകരമായ രീതിയിലാണ് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആക്ഷേപിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. മോഹൻലാൽ ഹിന്ദു മതത്തിൽ വിടുന്ന ഒരാളാണ്. അയാൾ അമ്പലത്തിൽ പോവും, അയാൾ അവിടുത്തെ എഴുതി വെച്ചിരിക്കുന്ന പൂജയുണ്ട്, ആ പൂജ നടത്തും. ഇതിനകത്ത് പുറത്തുള്ള ആൾ മറ്റൊരു മതവിശ്വാസി എന്തിനാണ് ആക്ഷേപിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോഴും അവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അവിടെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തിരിച്ച് മറ്റൊരാൾ ചെയ്യാൻ നേരത്തും ഇത് തന്നെയാണ് അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് മോഹൻലാലിനെ എന്തിനാണ് ആക്രമിച്ചുകൊണ്ടിരുന്നത്? ഇത് തുടങ്ങി വെച്ച ആരാണ്? എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്? അതൊരു ചോദ്യമല്ലേ. മോഹൻലാലിൻ്റെ സിനിമ വരാൻ നേരത്ത് മോഹൻലാലിനെ ഒരു പ്രത്യേക കാറ്റഗറിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് മോഹൻലാലിനെ ആക്രമിക്കുക, ആക്ഷേപിക്കുക. ചില കമൻറ്റ് ബോക്സ് വരുമ്പോൾ ചില പേരുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതാരാ തുടങ്ങി വെച്ചത്. ഉണ്ണിമുകുന്ദന് നേരെ ആരാ തുടങ്ങി വെച്ചത്? ഇപ്പോൾ അത് തിരിഞ്ഞു വരുന്നു. അവരും ഇപ്പോൾ സംഘടിപ്പിച്ചിട്ട് തിരിച്ച് മറ്റൊരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു നടൻ്റെ സിനിമ വരാൻ നേരത്ത് അയാളുടെ പഴയ സ്റ്റേറ്റ്മെൻറ്റുകൾ വെച്ച് അയാളെ തിരിച്ച് ആക്രമിക്കുന്നു. സിനിമ കാണാൻ പോകുന്നില്ല. സിനിമ ഇറങ്ങുമ്പോൾ തന്നെ ആൾക്കാർ പറയുന്നത് ഇത് മോശം സിനിമയാണെന്ന് പറയുന്നു. ആ കളക്ഷൻ റിപ്പോർട്ട് നോക്കുക. തിയേറ്ററിൽ പടവോടിയല്ലേ ഒരു നടനും നടനായി നിൽക്കില്ല. ഷെയ്ൻ നിഗമിൻ്റെ സിനിമയ്ക്കെതിരെ മതപരമായ രീതിയിലാണ് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഇത് തുടക്കം കുറിച്ച മോഹൻലാലിന് നേരെയും ഉണ്ണിമുകുന്ദന് നേരെയും തുടക്കം കുറിച്ച ആരാണ് എന്നുകൂടി ഒരു ചോദ്യം അവിടെ പ്രസക്തമാണ്. അവരുടെ മതപരമായ വിശ്വാസത്തിലേക്ക് എന്തിന് കടന്നു കയറി? അവരുടെ ഒരു സിനിമ ഇറങ്ങാൻ നേരത്ത് സിനിമ തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് വളരെ മോശമാണെന്ന രീതിയിൽ എന്തിന് പ്രചരിപ്പിച്ചു? അവരൊരു മതപരമായ വിശ്വാസം പുലർത്തുമ്പോൾ അവരെ സംഖ്യ എന്ന് എന്തിനാണ് മുദ്രകുത്തിയത്? ഈ ഒരു ചോദ്യവും കൂടെ ഇത്തരത്തിൽ കമൻറ്റ് ബോക്സിൽ വരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്നുള്ള രീതിയിൽ ഞാനിവിടെ കൊടുത്തു വിടുകയാണ്. ഞാനിപ്പോഴും പറയാം, ഇപ്പം ഷെയ്ൻ നിഗം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാളായതുകൊണ്ടല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഷെയ്ൻ നിഗം പറയുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകളും അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയെ മോശമായ രീതിയിലൊക്കെ പറയുന്നത് അയാളുടെ ആരാധകർ വന്ന് തിരിച്ച് റിയാക്ട് ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഷെയ്ൻ നിഗം ഒരു രാഷ്ട്രം പറയാൻ നേരത്ത് ഷെയ്ൻ നിഗം അപ്പം ഫലസ്തീൻ ഇസ്രായേൽ വിഷയം ഷെയ്ൻ നിഗം സംസാരിക്കുന്നത് ഫലസ്തീൻ അല്ലെങ്കിൽ ഹമാസ് വിഭാഗത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അതിഷ്ടപ്പെടാത്ത ആൾക്കാർ വന്നിട്ട് റിയാക്ട് ചെയ്യും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഓപ്പോസിറ്റ് സൈഡ് ഇസ്രായേലിലുള്ള മനുഷ്യരും മരിക്കുമ്പോൾ എന്താണ് കണ്ണടച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യം വരും. ആ ചോദ്യം എനിക്കുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് രണ്ട് സൈഡിലും മരിക്കുന്ന മനുഷ്യരാണ്, ഒരു സൈഡിൽ മാത്രം കേരളത്തിലുള്ള ആൾക്കാർ പറയുകയും മറ്റൊരു സൈഡിലുള്ള ആൾക്കാരെ പറ്റി ആരും ചിന്തിക്കുന്നില്ല, പറയുന്നുമില്ല, അവരെ പറ്റി ആർക്കും സംസാരിക്കാനും പറ്റുന്നില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനകത്തൊരു മതപരമായ ഘടകം ഉണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുമ്പം രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും സർവ്വ മേഖലയിലായാലും മതപരമായ പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ഇപ്പം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്നത് കൊണ്ടല്ല ഷെയ്ൻ നിഗമിൻ്റെ സിനിമയ്ക്ക് നേരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ നസ്ലിൻ, അങ്ങനെയാണെങ്കിൽ ആസിഫ് അലി. ഞാൻ ഈ ആസിഫ് അലിയുടെ സിനിമ രേഖാചിത്രം പോയി കണ്ടു, സക്സസ് ആണല്ലോ. കഴിഞ്ഞ 2-3 പടം ആസിഫ് അലിയുടെ ഹിറ്റാണ്. തലവനായാലും
രേഖാചിത്രമായാലും ഹിറ്റിനാണ്. അതുപോലെ കിഷ്കിണ്ട കാണ്ഡം ഹിറ്റാണ്. ഈ കേരളത്തിലുള്ള ആൾക്കാരല്ലേ ആസിഫ് അലിയുടെ സിനിമ പോയി കാണുന്നത്. ഷെയ്നികവിനുള്ള പ്രശ്നം എന്തുകൊണ്ടാണ് ആസിഫ് അലിക്ക് ഇല്ലാത്തത്? കൃത്യമായ രീതിയിൽ സംസാരിക്കുന്നത് കൊണ്ട്, ഷെയ്നികനെ പോലെ വായി വരുന്ന എല്ലാം വിളിച്ചു പറഞ്ഞ് വിവാദം പിടിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത രാഷ്ട്രീയം പറഞ്ഞ് ആൾക്കാരെ വെറുപ്പിക്കാത്തത് കൊണ്ട്. നോക്കൂ, നസ്ലിൻ ഗഫൂർ എന്ന് പറയുന്ന ഒരു പ്രത്യേകം വേണ്ടിയിട്ടപ്പെടുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് കേരളത്തിൽ 24 വയസ്സുള്ളതിൽ വെച്ച് ഇന്ന് ഒരു സൂപ്പർ സ്റ്റാർ നിലവാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. 100 കോടി ക്ലബിലൊക്കെ കയറിയ നസ്ലിൻ ഇല്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ ഷെയ്നികവിൻ്റെ കേരളത്തിൽ മലയാളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെരുമാറ്റമാണ് പ്രശ്നം. പിന്നെ ഈ തുടക്കം കുറിച്ചതെല്ലാം ഉണ്ണിമുകുന്ദന് നേരെയും മോഹൻലാലിന് നേരെയും ആരാണ് തുടങ്ങി വെച്ചത്? അവരവരുടെ വിശ്വാസം പറയാൻ നേരത്ത്, അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാൻ നേരത്ത് അവരെ എന്തിനാണ് ആക്രമിച്ച്? അപ്പോൾ തിരിച്ച് ഇതുപോലെ റിയാക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. വെറുതെ പോയിട്ട് ഈ നമ്മൾ പറയത്തില്ലേ, ചെറു കൊടുത്ത് വലുത് മേടിക്കാന്നൊക്കെ പറയുന്ന പോലെയാണ് ഇപ്പോൾ നമ്മുടെ മലയാളം സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ അഭിപ്രായം ശരിയാണെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അതല്ലാതെ ഷെയ്നികമ ഹിന്ദു ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ മുസ്ലിം ആയതുകൊണ്ടോ തീരുന്ന പ്രശ്നമൊന്നും അല്ലത്. പലരുടെയും സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രശ്നമാണ് ഇത്. തുടക്കം കുറിച്ചതിൻ്റെ പ്രശ്നമാണ്. ആ തുടക്കം കുറിച്ച് സംഘടിതമായിട്ട് പോയിട്ട് ഒരാളുടെ വിശ്വാസത്തിലേക്ക് കടന്നു കയറി അയാളെ മോശമാക്കുക. അപ്പം എല്ലാ മതവിശ്വാസവും പ്രാകൃതമാണ്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ കാര്യം. ഇതിപ്പോൾ നമ്മുടെ മൂക്കിന് മുമ്പത്തേക്ക് വരുന്നത് വരെ നമുക്കൊരു പ്രശ്നമില്ല. അതൊക്കെ അവരുടെ വിശ്വാസമാണ്. ബാക്കിയുള്ളവരുടെ മുകളിലൊന്നും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. വിശ്വാസമാണ്. അത് ഉണ്ണിമുകുന്ദനാണെന്നുണ്ടെങ്കിലും ഷെയ്നികമാണെന്നുണ്ടെങ്കിലും മോഹൻലാലാണെന്നുണ്ടെങ്കിലും ആവശ്യമില്ലാതെ പോയി ചൊറിഞ്ഞിട്ട് മാന്തൽ മേടിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. അതുമായിട്ട് നമ്മുടെ പേജ് കാണുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.